ഹായ് ഓൾ, ഇന്ന് നമ്മൾ കൈൻഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ് പഠിക്കുന്നത്. സൈഡ്സിന്റെയോ അല്ലെങ്കിൽ ആംഗിൾസിന്റെയോ നേച്ചർ വെച്ചിട്ടാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽസിനെ ഡിഫറെന്റ് കൈൻഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ട്രപ്പീസിയം എടുക്കാം. ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ രണ്ട് സൈഡ് പാരലൽ ആയിരിക്കും. വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഉണ്ടാവുന്ന ഫിഗറിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് പാരലൽ ലൈൻസ്. ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പാരലൽ ലൈൻസിനെയാണ്. വൺ പെയർ ഓഫ് പാരലൽ ലൈൻസ് ഉള്ള ഫിഗറിനെയാണ് നമ്മൾ ട്രപ്പീസിയം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് കൈറ്റ് ആണ് പഠിക്കാനുള്ളത്. Kite is a quadrilateral with exactly two distinct consecutive pairs of sides of equal length. Kite പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് with exactly two distinct consecutive pairs of sides of equal length. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് കോൺസിക്യൂട്ടീവ് ലൈൻസ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇതാണ് നമ്മുടെ കൈറ്റ്. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ്, ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് അടുത്തടുത്തുള്ള രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. അടുത്തടുത്തുള്ള രണ്ട് സൈഡ് ഈക്വലും വേറെ ഒരു പെയറും കൂടി അതേപോലെ അടുത്തടുത്തുള്ള രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനെ നമുക്ക് കൈറ്റാന്ന് പറയാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഹൂസ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. ഒരു പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഇതും പാരലൽ ആയിരിക്കും, ഇതും പാരലൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്, അഡ്ജസന്റ് സൈഡ്സ് ഉണ്ട്, അഡ്ജസന്റ് ആംഗിൾസ് ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡ്സും ഓപ്പോസിറ്റ് ആംഗിൾസും അഡ്ജസന്റ് സൈഡ്സും അഡ്ജസന്റ് ആംഗിൾസും എന്താണെന്ന് നോക്കാം. അത് ഈ പാരലോഗ്രാം തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. എ ബി സി ഡി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഏതൊക്കെയാ? എ ബിയും സി ഡിയും ആണ് നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ്. എ ബി ആൻഡ് സി ഡി ഓപ്പോസിറ്റ് സൈഡാണ്. അതേപോലെ എ ഡിയും ബി സിയും ഓപ്പോസിറ്റ് സൈഡാണ്. ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെയാ? ആംഗിൾ എയും ആംഗിൾ സിയും, അതേപോലെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും. അത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി അഡ്ജസന്റ് സൈഡ് ഏതൊക്കെയാ? അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറയുമ്പോൾ എ ബി ആൻഡ് ബി സി, ബി സി ആൻഡ് സി ഡി, സി ഡി ആൻഡ് ഡി എ, എ ബി ആൻഡ് ഡി എ. അഡ്ജസന്റ് സൈഡ്സ് എ ബി ആൻഡ് ബി സി, ബി സി ആൻഡ് സി ഡി, സി ഡി ആൻഡ് ഡി എ ആൻഡ് എ ബി ആൻഡ് ഡി എ. ഇങ്ങനെ 4 അഡ്ജസന്റ് സൈഡ്സ് നമുക്ക് കിട്ടും. അഡ്ജസന്റ് ആംഗിൾസ് ഏതൊക്കെയാ? ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി, അത് അഡ്ജസന്റ് ആംഗിൾസ് ആണ്. അതേപോലെ നമുക്ക് എന്താ പറയാ? ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി, ആംഗിൾ സി ആൻഡ് ആംഗിൾ ഡി, അതേപോലെ ആംഗിൾ ഡി ആൻഡ് ആംഗിൾ എ എന്ന് പറയാം. അങ്ങനെ 4 അഡ്ജസന്റ് ആംഗിൾസും നമുക്ക് കിട്ടാം. അടുത്തതായിട്ട് നമുക്ക് പ്രോപ്പർട്ടി നോക്കാം. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഇതാണ് നമ്മളുടെ പാരലോഗ്രാം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ്സ് ഇതും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അത് രണ്ടും ഈക്വൽ ലെങ്ത് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഏതൊക്കെയാ ഓപ്പോസിറ്റ് സൈഡ്സ്? ഇതും അത് രണ്ടും ഈക്വൽ ലെങ്ത്. അതായത് എ ബി സി ഡി എന്നാണ് നമ്മളുടെ പാരലോഗ്രാം എന്ന് വിചാരിച്ചോളൂ. അപ്പൊ എ ബി ഈക്വൽ ടു സി ഡി ആണ്, ബി സി ഈക്വൽ ടു എ ഡി യു ആണ്. അല്ലാതെ എല്ലാ സൈഡും ഈക്വൽ അല്ല, പക്ഷെ ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് പെരിമീറ്റർ ഓഫ് ദ പാരലോഗ്രാം പി ക്യു ആർ എസ്. പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ പാരലോഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പി ക്യു എന്ന് ഗിവൺ എന്താ? പി ക്യു ഈക്വൽ ടു 12 സെന്റിമീറ്റർ. പിന്നെന്താ? ക്യു ആർ ഈക്വൽ ടു 7 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി 2 സൈഡ് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്താ അറിയാം? പി ക്യു ഈക്വൽ ടു എസ് ആർ എന്താണ്? 12 സെന്റിമീറ്റർ ആണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ്. അതേപോലെ നമുക്ക് എന്ത് പറയാം? ക്യു ആർ ഈക്വൽ ടു പി എസ് എന്ന് പറയാം. ഈക്വൽ ടു എന്താ? 7 സെന്റിമീറ്റർ. അതും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഓഫ് എ പാരലോഗ്രാം, അത് മൊത്തമായിട്ട് എഴുതണേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം
opposite sides of a parallelogram. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? പെരിമീറ്റർ കാണാൻ പറഞ്ഞു. പെരിമീറ്റർ ഈക്വൽ ടു 12 പ്ലസ് 12 പ്ലസ് 7 പ്ലസ് 7. 12 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 7 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 14 ഈക്വൽ ടു 38 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഓഫ് ഈക്വൽ മെഷർ. ഇതാണ് നമ്മളുടെ പാരലോഗ്രാം എന്ന് വിചാരിച്ചോളൂ. അതായത് എ ബി സി ഡി. അപ്പം ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ മെഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ എ ഡി സി എന്ന് പറയാം. അതേപോലെ ആംഗിൾ ഡി എ ബി ഈക്വൽ ടു ആംഗിൾ ഡി സി ബി എന്നും പറയാം. ഈ ആംഗിളും ഈക്വല്, അതേപോലെ ഈ ആംഗിളും ഈക്വല്. നമ്മൾ ആംഗിളിൽ മാർക്ക് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ ഇടാൻ മാർക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ BEST is a parallelogram. Find the values of x, y and z. BEST എന്ന് പറയുന്നത് പാരലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? BT parallel to SC എന്ന് പറയാം. BT parallel to SC and DE is transversal. അത് നമുക്ക് പറഞ്ഞു വെക്കാം. നമുക്ക് എന്താ? ആംഗിൾ TBE ഈക്വൽ ടു ആംഗിൾ TSE എന്ന് പറയാം. എത്രയാണ്? 100. അപ്പം ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് നമുക്ക് അത് ഈക്വൽ ആണെന്ന് പറയാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം. എക്സ് കിട്ടി, ഈക്വൽ ടു എക്സ് ആണ്. പിന്നെന്താ? y നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ? y ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 100 ഡിഗ്രി. എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ആയതുകൊണ്ട് നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാ വന്ന്? TS പാരലൽ ടു BE. സിൻസ് TS പാരലൽ ടു BE and SC is transversal. അത് കിട്ടി. ഇനി നമുക്ക് Z കാൽക്കുലേറ്റ് ചെയ്യണം. Z ഈക്വൽ ടു എന്താണ്? 180 മൈനസ് y ആണ്. കാരണം അത് ലീനിയർ പെയർ ആണ്. 180 മൈനസ് y എന്ന് പറഞ്ഞാൽ 180 മൈനസ് 100 ഈക്വൽ ടു എന്താണ്? 80 ഡിഗ്രി ആണ് Z. അപ്പൊ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. The adjacent angles in the parallelogram are supplementary. എന്താ പറയുന്നത്? ഇതാണ് നമ്മളുടെ പാരലോഗ്രാം. ABCD എന്ന് പറയുന്നത് ആണ് നമ്മളുടെ പാരലോഗ്രാം. ABCD എന്ന് പറയുന്നതാണ് നമ്മളുടെ പാരലോഗ്രാം. അപ്പം ആംഗിൾ ABC പ്ലസ് ആംഗിൾ BCD എന്താണ്? 180 ഡിഗ്രി ആണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ആംഗിളും ആഡ് ചെയ്താൽ 180. അതേപോലെ ഈ ആംഗിളും ആഡ് ചെയ്താൽ 180. ആംഗിൾ ADC പ്ലസ് ആംഗിൾ DAB ഈക്വൽ ടു 180 ഡിഗ്രി. ഈ ആംഗിളും ആഡ് ചെയ്താൽ 180. ഈ ആംഗിൾ ആഡ് ചെയ്താൽ 180. ഈ ആംഗിൾ ആഡ് ചെയ്താൽ 180. അതായത് ഒരു പാരലോഗ്രാമിൽ അടുത്തടുത്തുള്ള രണ്ട് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പാരലോഗ്രാം RING, if measure of angle R equal to 70 degree, find all other angles. R എന്ന് പറയുന്നത് 70 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ING ഈക്വൽ ടു ആംഗിൾ IRG എന്ന് പറയാം. കാരണം അത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആയതുകൊണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആയതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് 70 ആണെന്ന് നമുക്ക് കിട്ടി. ഇത് 70. പിന്നെ നമുക്ക് എന്ത് കിട്ടും? ഐയും ജിയും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആംഗിൾ RIN പ്ലസ് ആംഗിൾ GRI ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ആംഗിൾ RIN എന്തായിരിക്കും? ആംഗിൾ RIN ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ 70 ഡിഗ്രി ആണ്.
180 മൈനസ് 70 എന്ന് പറയുമ്പോൾ 110 ഡിഗ്രി. RI ന് കിട്ടി. ഇത് 110 ഡിഗ്രിന്ന് നമുക്ക് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആംഗിൾ ജി എന്ന് പറഞ്ഞാൽ RGN ആണ് നമ്മളുടെ അറിയാത്ത കാര്യം. ആംഗിൾ RGN ഈക്വൽ ടു RIN ഈക്വൽ ടു 110. എന്താ കാരണം? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലലോഗ്രാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? തന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പെൻ കൊണ്ട് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ആണെങ്കിൽ അത് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യാം. ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യുന്നവർക്ക് എളുപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാരലോഗ്രാം എന്ന് വിചാരിച്ചോളൂ. ABCD ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഡയഗണൽ വരച്ചു. AC എന്ന് പറഞ്ഞ ഡയഗണലും BD എന്ന് പറഞ്ഞ ഡയഗണലും വരച്ചു. അത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാ? O അന്ന് നമ്മൾ വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AO ഈക്വൽ ടു CO എന്നും പറയാം, BO ഈക്വൽ ടു DO എന്നും പറയാം. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. AC-ന്റെ ബൈസെക്ടർ ആണ് BD എന്ന് പറയുന്നത്. അതേപോലെ BD-ന്റെ ബൈസെക്ടർ ആണ് AC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ HLP is a parallelogram. Given OE equal to 4 cm and HC is 5 more than PE. Find OH. ഇതാണ് നമ്മളുടെ പാരലോഗ്രാം HLP. അത് OE പറയുന്നത് 4 cm. OE equal to 4 cm. OE equal to 4 cm എന്ന് തന്നിട്ടുണ്ട്. HC is 5 cm more than PE. HC എന്ന് പറയുന്നത് PE-നെക്കാളും 5 cm കൂടുതലാണ്. HC അല്ല, HL ആണ്. HL is 5 cm more than PE. OE-യും OP-യും ഈക്വൽ അല്ലേ? OE ഈക്വൽ ടു OP ആണ്. അത് നമുക്കറിയാം. അപ്പം നമുക്ക് എന്ത് പറയാം? PE ഈക്വൽ ടു എന്ത് പറയാം? 2 × 4 cm ഈക്വൽ ടു 8 cm ആണ് നമുക്ക് പറയാൻ പറ്റും. HL എന്ന് പറയുന്നത് 5 + PE ആണ്. HL എന്നുമ്പോൾ എന്തായിരിക്കും? HL ഈക്വൽ ടു 5 + 8 ഈക്വൽ ടു എന്താ? 13 cm ആണെന്ന് നമുക്ക് കിട്ടി. HL കിട്ടി. HL കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? OH പറയാൻ പറ്റില്ലേ? OH ഈക്വൽ ടു ഹാഫ് ഇൻറ്റു HL. OH ഈക്വൽ ടു ഹാഫ് ഇൻറ്റു HL ഈക്വൽ ടു എന്താ? 13/2 എന്താണ്? 6.5 cm എന്നാണ് നമ്മളുടെ ഉത്തരം കിട്ടുന്നത്.